സാമൂഹ്യ പ്രവർത്തകൻ നരേന്ദ്ര ദഭോൽക്കറുടെ കൊലപാതകത്തിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന പൂനെ കോടതി 3 പേരെ വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സച്ചിൻ അന്തൂരെ, ശരത് കലാസ്കർ എന്നിവർക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 3 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിൽ കോടതി വിധി പറഞ്ഞത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, 5 പ്രതികളായിരുന്നു ഇതിൽ. ഇപ്പോൾ 3 പേരെ വെറുതെ വിട്ടിരിക്കുന്ന വിധിയാണ് വന്നിരിക്കുന്നത്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? 2013 ഓഗസ്റ്റ് മാസം 20-നായിരുന്നു കൊലപാതകം. നരേന്ദ്ര ദഭോൽക്കറിന്റെ കൊലപാതകം. സാമൂഹ്യ പ്രവർത്തകനായ നരേന്ദ്ര ദഭോൽക്കറിനെ 5 പേർ ചേർന്നാണ് കൊലപാതകം ചെയ്തത്. ഇതിൽ 2 പ്രതികൾക്കാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികളായ സച്ചിൻ അന്തൂരെ, ശരത് കലാസ്കർ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2 പ്രതികളും 5 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണമെന്നാണ് വിധി. വിചാരണ കോടതിയുടെ വിധി. പൂനെയിലെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച വിധി അല്പസമയം മുമ്പ് പ്രസ്താവിക്കുകയും ചെയ്തത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ് ഈ കേസ്. ഇതിൽ പ്രതികൾ എന്നത് ഹിന്ദുത്വ തീവ്രവാദ സംഘടനയായ സനാതൻ സംസ്ഥ അംഗങ്ങളാണ്. ഇതിൽ ഏറ്റവും മുഖ്യപ്രതിയാണ് എന്ന് CBI ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേരെയാണ്, താവടെ ഉൾപ്പെടെ 3 പേരെയാണ് വിചാരണ കോടതി വെറുതെ വിടുകയും ചെയ്തത്. ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് CBI നൽകുന്ന സൂചനയും. അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും നരേന്ദ്ര ദഭോൽക്കർ വധക്കേസിൽ 2 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആകെയുള്ള 5 പ്രതികളിൽ 3 പേരെ വിചാരണ കോടതി വെറുതെ വിടുകയും ചെയ്തു. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.